Find the partial differential equation of families of spheres whose center lies in the yz plane. ഇവിടെ നമുക്ക് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. സോ വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ. ഇപ്പോൾ എ ബി സി സെൻറ്ററായിട്ടുള്ള സ്ഫിയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ വെർ ആർ ഈസ് ദ റേഡിയസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹു സെൻറ്റർ ലൈസ് ഇൻ ദ വൈ ഇസഡ് പ്ലെയിനാണ്. സോ ദ സ്ഫിയർ ഹാസ് ഇറ്റ് സെൻറ്റർ ഇൻ ദ വൈ ഇസഡ് പ്ലെയിൻ. അപ്പോൾ വൈ ഇസഡ് പ്ലെയിനിലാണ് സെൻറ്റർ എങ്കിൽ ദാറ്റ് മീൻസ് എക്സ് ഇൻ്റർസെപ്റ്റ് 0 ആണെന്നാണ്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആണല്ലേ, അപ്പോൾ എ 0 ആയിരിക്കും. ഇനി നമ്മളോട് എക്സ് ഇസഡ് പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും 0, അതായത് ബി ആയിരിക്കും 0. ഇനി അതുമല്ല എക്സ് വൈ പ്ലെയിൻ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ നമുക്കറിയാം ഇസഡ് ഇൻ്റർസെപ്റ്റ് ആയിരിക്കും 0, അതായത് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് പ്ലെയിനിലാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് എ ബി സി എന്നിവയ്ക്ക് 0 കൊടുത്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് വൈ ഇസഡ് പ്ലെയിനിലെ ഫാമിലീസ് ഓഫ് സ്ഫിയേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. വൈ ഇസഡ് പ്ലെയിനിൽ ഞാൻ പറഞ്ഞു എ ആയിരിക്കും 0, എക്സ് ഇൻ്റർസെപ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്ക് ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല, ഇത് ജനറൽ ഇക്വേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ എഴുതാം. എക്സ് ഇൻ്റർസെപ്റ്റ് 0, അതായത് എ 0 ആകുമ്പോൾ ഇക്വേഷൻ ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവൺ ഇക്വേഷൻ. ഫാമിലി ഓഫ് സ്ഫിയേഴ്സ് ഹു സെൻറ്റർ ലൈസ് ഇൻ ദ വൈ ഇസഡ് പ്ലെയിൻ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1നെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇനി എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് തുടങ്ങി ഇക്വേഷനെ ഹോളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് 2x ആണ്. വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വൈയും ബിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് വെച്ച് 0 അല്ല, കാരണം ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. നമുക്കറിയാം ഇസഡ് എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. അപ്പോൾ ഇസഡിൽ എക്സോ വൈയോ ഉണ്ട്, അപ്പോൾ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു ഇസഡ് മൈനസ് സി. ഇത്രയേ ഉള്ളൂ? അല്ല, കാരണം നമുക്ക് ഇസഡ് മൈനസ് സി എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. ഇസഡ് മൈനസ് സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനായിട്ട് വരുന്നു. അപ്പോൾ ചെയിൻ റൂൾ അനുസരിച്ച് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് മൈനസ് സി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നും കൂടെ വരും. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് മൈനസ് സി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് സിയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു ഒരു ഡോ ഇസഡ് ബൈ ഡോ എക്സും കൂടെ വരും. I hope you got this, that we have z is a function of both x and y, so we have to apply chain rule to find the derivative of z minus c the whole square. r square ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഒന്നും കൂടെ സിംപ്ലിഫൈ എഴുതുവാണെങ്കിൽ 2x പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഡോ ഇസഡ് ബൈ ഡോ എക്സിന് പി എന്ന് കൊടുക്കാം ഈക്വൽ ടു 0. ഒരു 2 കട്ട് ചെയ്ത് കളയാൻ കോമൺ എടുത്ത് അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് ഇസഡ് മൈനസ് സി ഇൻറ്റു പി ഈക്വൽ ടു 0. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഇക്വേഷൻ 1നെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആവുമ്പോൾ വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു വൈ മൈനസ് ബി അല്ലേ, പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് 1 ആണല്ലോ, പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മുമ്പേ പറഞ്ഞ പോലെ ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ, ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ, സോ വി ഹാവ് ടു അപ്ലൈ ചെയിൻ റൂൾ ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ വിച്ച് ഗീവ്സ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് സി. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് അതായത് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നുകൂടെ അവിടെ വരും. സിയുടെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. സോ അഗെയിൻ വി ഗെറ്റ് 2 ഇൻറ്റു വൈ മൈനസ് ബി പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി. ഡോ ഇസഡ് ബൈ ഡോ വൈക്ക് ക്യൂ എന്ന് കൊടുക്കുക.
ഇവിടെ നമുക്ക് 2 കൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ y മൈനസ് ബി പ്ലസ് z മൈനസ് സി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 0. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ 3. ആക്ച്വലി ഇവിടെ നമ്മൾക്കിപ്പോൾ 3 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1, പിന്നെ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പിന്നെ തേർഡ് ഇക്വേഷൻ പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി നമ്മൾ ഫർദർ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് ബി സി ഇങ്ങനെ 2 ആർബിട്രറി കോൺസ്റ്റൻസും എക്സ് വൈ ഇങ്ങനെ 2 വേരിയബിൾസും ആണുള്ളത് അല്ലേ. അപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണവും വേരിയബിൾസിൻ്റെ എണ്ണവും സെയിം ആയതുകൊണ്ട് the obtained partial differential equation will be of first order. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പിയും ക്യൂവും മാത്രമുള്ള ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ടും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നോക്കി നമുക്കിവിടെ y മൈനസ് ബിനെയും z മൈനസ് സിനെയും ഒക്കെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നോക്കുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു z മൈനസ് സി എന്ന് എഴുതാം. അല്ലെങ്കിൽ z മൈനസ് സി ഇസ് ഈക്വൽ ടു മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പി എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ നാലാമതായിട്ട് റിസൾട്ട് കിട്ടി. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫ്രം ഇക്വേഷൻ 2 യു ഗോട്ട് z മൈനസ് സി ഇസ് ഈക്വൽ മൈനസ് എക്സ് ബൈ പി. ഇനി ആ റിസൾട്ട് നമുക്ക് തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4 in 3 അല്ലെങ്കിൽ z മൈനസ് സിയുടെ വാല്യൂ തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y മൈനസ് ബി പ്ലസ് z മൈനസ് സിക്ക് പകരം മൈനസ് എക്സ് ബൈ പി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് y മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ക്യൂ ബൈ പി. ഇത് ഇങ്ങോട്ട് വരുമ്പം പ്ലസ് ആവുമല്ലോ, ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ പി എന്ന് വരും അല്ലേ. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ 5 കിട്ടി. അതായത് ഫസ്റ്റ് 2 ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും യൂസ് ചെയ്തുകൊണ്ട് z മൈനസ് സിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, y മൈനസ് ബിക്ക് എക്സ്പ്രഷൻ കിട്ടി, സിയോ ബിയോ ഉൾപ്പെടാത്ത എക്സ്പ്രഷനാണ് കിട്ടിയത്. ഈ 2 റിസൾട്ടും 4 ആൻഡ് 5 റിസൾട്ട് നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയേ. 1ൽ y മൈനസ് ബി ഉണ്ട്, z മൈനസ് സി ഉണ്ട്. നമുക്ക് ബിയും സിയും എലിമിനേറ്റ് ചെയ്യണം. ആ ഇക്വേഷൻ 1ൽ y മൈനസ് ബിക്ക് പകരം എന്താ നമുക്കിവിടെ കിട്ടിയേക്കുന്നത്? y മൈനസ് ബിക്ക് പകരം എക്സ് ക്യൂ ബൈ പിയും അതുപോലെ z മൈനസ് സിക്ക് പകരം ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനസ് എക്സ് ബൈ പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 ആൻഡ് 5 ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ 1 ഗീവ്സ് നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ക്യൂ ഡിവൈഡഡ് ബൈ പി ദ ഹോൾ സ്ക്വയർ പ്ലസ് വീണ്ടും എന്താണ് അടുത്ത ടേം? ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ. ഇസഡ് മൈനസ് സിക്ക് പകരം ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് എക്സ് ബൈ പി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ, ഇത് റേഡിയസ് ആണ്, വിത്ത് എ ഫിക്സഡ് റേഡിയസ് ആണ്. അപ്പോൾ അത് നമുക്കതിനെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എക്സ് സ്ക്വയർ ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇഫ് യു ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ LCM, പി സ്ക്വയർ LCM ആയിട്ട് എഴുതുവാണെങ്കിൽ പി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ LCM പി സ്ക്വയറിന് റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പി സ്ക്വയർ ആർ സ്ക്വയറിന് കിട്ടും. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ റിക്വയർഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇവിടെ XZ പ്ലെയിനിൽ YZ പ്ലെയിനിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ XZ പ്ലെയിനിലുള്ളതും XY പ്ലെയിനിലുള്ളതും ചെയ്തു നോക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.